ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഓവർ തിങ്കിങ്, ഓവർ സ്ട്രെസ് ഇത് നമ്മളുടെ ജീവിതത്തിൽ എത്ര നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ആ ഓവർ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഈ ഓവർ തിങ്കിങ് നമുക്ക് കുറേയൊക്കെ പുറത്ത് കടക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന എല്ലാം സത്യമല്ല. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു രണ്ട് ടൈപ്പ് ഓഫ് മൈൻഡ് ഉണ്ട് നമുക്കൊന്ന് കോൺഷ്യസും ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ ഓവർ ദ ഇയർ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾക്ക് കുറച്ച് അഭിപ്രായങ്ങൾ അവരുടെ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടന്നതിനെക്കുറിച്ചൊക്കെ നമ്മളുടേതായ ഒരു തോട്ട് പ്രോസസ്സ് നടത്തുന്നതെല്ലാം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എത്ര വിചാരിക്കും, നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അതിനെ ആണ് ആദ്യം എടുത്തു മാറ്റേണ്ടത്. അപ്പം നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടി വരും, നമ്മൾ ചിന്തിക്കുന്ന എല്ലാം സത്യമാകണം എന്നില്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ രണ്ട് വശവും ചിന്തിക്കാൻ നോക്കുക. എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തിന് എന്നോട് അങ്ങനെ പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രാവശ്യം ഇരുന്ന് ചിന്തിക്കുക പ്രതികരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പല ചെറിയ ചെറിയ ഇഷ്യൂസ് വലുതായി മാറുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും സ്വയം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം സത്യമല്ല. കാരണം നമ്മൾ ഇരുന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് സൈഡേ കൂടുതൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയുള്ളൂ. എന്നാലും അങ്ങനെ ആയല്ലോ, എന്നാലും ഇങ്ങനെ ആയല്ലോ, എന്നാലും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് തോന്നുള്ളൂ. അപ്പം നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ അത് മനസ്സിലാക്കണം, ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് സ്വയം അവനോനോട് തന്നെ ചോദിക്കുക. ഈ പറയുന്നതെല്ലാം സത്യമാണോ, ഞാൻ ഈ ചിന്തിക്കുന്നതെല്ലാം സത്യമാണോ, അതിലെത്രത്തോളം ചിന്തിച്ചു കൂട്ടാനായിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്. രണ്ടാമതായി, നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഒരു സിറ്റുവേഷനെക്കുറിച്ച് നമ്മൾ എത്ര അമിതമായിട്ട് ചിന്തിച്ചാലും അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, നമ്മുടെ മനസ്സമാധാനം പോവുകയുള്ളൂ. നമ്മളുടെ കൺട്രോളിലുള്ള കാര്യത്തിനെ നമ്മൾ ചിന്തിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതിയിൽ ചിന്തിക്കുക. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് അമിതമായി ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാണ്, എനർജി വേസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങൾ തന്നെ കെടുത്തുകയാണ്. അതുകൊണ്ട് എപ്പോഴും നോക്കുക, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, നല്ല രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക, വരുന്നത് വരട്ടെ, അത് വന്നു പോകും, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ പാകപ്പെടുത്തേണ്ടതാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഹോബി നിങ്ങൾക്കറിയാമെങ്കിൽ അതിനെ പിടിച്ചു കയറുക, ആ ഹോബിയെ വളർത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. കാരണം ഹോബി എന്നാൽ എക്സസൈസ് ഒരു മസ്റ്റാണ്. ഒരു വാക്കിങ്ങിന് പോവുക രാവിലെ, അല്ലെങ്കിൽ ഒരു ജിം അല്ലെ യോഗ, ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട സംഗതി തന്നെയാണ്. അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു ഹോബി, പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ അവനവൻ്റെ തിരക്കുകൾക്കിടയിൽ ഇതിനെയൊക്കെ മറക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഡാൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. ഡാൻസ് കളിക്കാൻ അറിയാവുന്നവർ അതെന്തായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അവനവൻ്റെ ആ കഴിവിനെ. നിങ്ങൾക്കിപ്പോൾ ഡാൻസ് കളിക്കാൻ അറിയത്തില്ലെങ്കിലും ഞാൻ പറയുകയാണ്, ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കഥ അടച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ട് വെറുതെ ഒന്ന് ഡാൻസ് കളിച്ച് നോക്ക്. ആ എനർജി ലെവൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വെറുതെ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സ്ട്രെസ്സായിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് കാണാൻ പറ്റും. ഞാനത് പരീക്ഷിച്ചിട്ടുള്ളതാണ്.
അത് മടിക്കണ്ട, ആരും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂമിൽ കയറി നമ്മൾ കഥ അടച്ചെടുക്കുക. ആ സ്ട്രെസ്സ് പോകുന്നതല്ലേ, ഭയങ്കര എനർജിയാണ്. ഒരു ഡാൻസ് കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒരു എക്സസൈസിൽ കിട്ടുന്ന ഒരു എനർജി ഭയങ്കരമാണ്. അപ്പം ഏതെങ്കിലും ഒരു ഹോബി നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കാൻ എന്തായാലും ശ്രമിക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചും ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ലെവൽ കൂടുകയുള്ളൂ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു കാര്യം സംഭവിച്ചു, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി 5 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ എന്താകും, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ലൈഫ് എന്താകും, ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിച്ചിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എടുക്കേണ്ട ആക്ഷൻ നമ്മൾ ഇന്ന് എടുക്കുക, അതിനെക്കുറിച്ച് പ്രയത്നിക്കുക, ബാക്കി ദൈവത്തിന് വിടുക. നമ്മളുടെ മുകളിൽ എന്തായാലും ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ വിശ്വസിക്കുക, അവനവൻ്റെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. അത്ര മാത്രമേ ഉള്ളൂ. പാസ്റ്റിനെ കുറിച്ചും ആലോചിക്കാതിരിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ചും ആലോചിക്കാതിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ പാസ്റ്റിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അത് നിങ്ങളുടെ പ്രസൻറ്റ് നശിപ്പിക്കുകയുള്ളൂ. അപ്പം ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല. ചെറിയ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റുമായിരിക്കും പറഞ്ഞു. പക്ഷെ നമ്മളെപ്പോലെ 30, 40s എത്തിക്കഴിഞ്ഞിട്ട് ഓവർ തിങ്കിങ് ഉള്ളവർക്ക് ഒരിക്കലും അത് മാറ്റാൻ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം ഞാൻ പറയുന്നത് ഇന്ന് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാനിത് ചേഞ്ച് ചെയ്യും, ഇതെൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ്, ഈ ഓവർ തിങ്കിങ്, ഓവർ സ്ട്രെസ്. അത് ഞാൻ മാറ്റിയെടുക്കും. അതിനുവേണ്ടി ഞാൻ ചെറിയ സ്റ്റെപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറയുന്നില്ല നാളെ മുതൽ 1 മണിക്കൂർ എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഹോബിക്ക് വേണ്ടി മാറ്റി വെക്കണം, ഒന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാവരും തിരക്കുള്ളവരാണ്, നമ്മളെല്ലാവരും ആ ഒരു സ്റ്റേജിലാണ്, നമുക്ക് പല പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളൊരു 5-10 മിനിറ്റ് എന്നുള്ളൊരു ടാർഗറ്റ് വെച്ച് തുടങ്ങുക. അപ്പം എന്തായാലും ഉറപ്പാണ് അത് നമ്മൾ തന്നെ അത് ഡെയിലി അത് കൺസിസ്റ്റൻ്റ് ആകുവാണെങ്കിൽ നമുക്കത് ഷുവറാണ് നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റായി മാറും. നമുക്ക് ചെയ്യണം, നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് 1/2 മണിക്കൂറാക്കും, 1 മണിക്കൂറാക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഒരു 5 മിനിറ്റെങ്കിലും അവനവന് ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസുകൾ, ഹോബികളിലൊക്കെ അവനവൻ്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. കുറച്ച് ഇന്ന് പ്രസൻ്റ്ലി ജീവിക്കാൻ ശ്രമിക്കുക. ഓവർ തിങ്കിങ് വന്നാൽ നമ്മളുടെ ചിന്തകളെ നമ്മൾ കോൺഷ്യസ്ലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ചിന്തകളെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ 1 മിനിറ്റ് ചിന്തകളെ ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അതിനാണ് കോൺഷ്യസ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കൊരു വേണ്ടാത്ത ചിന്ത വരുമ്പം നമ്മുടെ മനസ്സിനൊരു നമ്മൾ തന്നെ എന്താ ഞാൻ ഈ ചിന്തിക്കുന്നതെന്ന് സ്വയം ചോദിച്ചു നോക്കുക. അതിൽ വളരെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക.